ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഒരു പടം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാലോ, മലയാളം മൂവീസ് നമുക്ക് എല്ലാ സമയത്തും കാണാൻ നടക്കില്ല. ആ റിലീസിങ്ങിൻ്റെ 1, 2, 3 ദിവസം അതിലേറെ നമുക്ക് ആ ഒരു പടം കിട്ടലില്ല. എല്ലാ പടങ്ങളും 3 ദിവസമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ 1, 2 ദിവസമേ കാണുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് കാണുകയാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ OTT അല്ലെങ്കിൽ ടെലിഗ്രാം ഇതിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നാളെ ഏതായാലും സ്കൂളും ഇല്ല, ആ ഒരു പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന നിവിൻ പോളിയുടെ പടം കാണാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു. കാരണം സ്കൂളില്ല, ഒന്നാമത് സ്കൂളില്ല, ഇച്ചിരി ലേറ്റായാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ ഇറങ്ങിയതാണ്. കുഴപ്പമില്ലാത്ത നല്ലൊരു മൂവി തന്നെയായിരുന്നു. അപ്പോൾ അത് പടമൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഓരോ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോ സെൽഫിയൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. നാളെ ചെറിയ പ്രോഗ്രാമുണ്ട്. ഓൾറെഡി നമ്മളുടെ ഓണപരിപാടി പ്രോഗ്രാമും കാര്യങ്ങൾ കഴിഞ്ഞതാണ്. ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ 2 ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് സദ്യ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, വെജിറ്റബിൾസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമുക്ക് നാട്ടിലെ കണക്ക് എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളും നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ളത് പുറത്തുനിന്ന് കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ലുലുവിൽ വന്നിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. നമ്മൾ ലുലുവിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം നാട്ടിൽ നിന്ന് പോകുന്ന ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് മിസ് ചെയ്യുന്നൊരു സാധനം നമ്മുടെ നാട്ടിലെ അരിയാണ്. വന്ന സമയത്തൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ നെയ്ച്ചോറിൻ്റെ അരിയും ബിരിയാണിൻ്റെ അരിയൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നു, കുഴപ്പമില്ല. എന്നും നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ വെച്ച് പോകുമെന്ന് പറഞ്ഞാൽ നല്ലൊരു തന്നെയാണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞത് പോയപ്പോഴത്തേനും നമുക്ക് വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങിയൊരു സാധനമാണ് നമ്മുടെ സാധാരണ നാട്ടിലത്തെ അരി. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ ലതീഷേട്ടനൊരു വീഡിയോ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ലതീഷേട്ടനൊരു വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തോട്ട് അങ്ങനെ ഇറങ്ങിയായിരുന്നു. വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓണത്തിനോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്ത് നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ലുലുവിൻ്റെ തന്നെ അത്തപ്പൂക്കളമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഉത്രാടമല്ലേ, അപ്പോൾ പൂക്കളം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുള്ള പൂക്കളം കാര്യങ്ങളൊക്കെ, ഡിസൈനും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇപ്പോൾ ഇത്രയും നേരമായില്ലേ, 10-11 മണിയായി. അപ്പോൾ ഈ ഒരു സമയം കുറേ പൂക്കളം കാര്യങ്ങൾ കരിഞ്ഞു പോയിട്ടുണ്ട്, പൂവും കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പൂക്കളം കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ബാക്കി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാണ്. അതിനിടയ്ക്ക് എനിക്ക് എൻട്രൻസ് ഒന്ന് തെറ്റിയിട്ടാണ് ഞാൻ നേരെ അങ്ങോട്ട് പോയി. പക്ഷേ എൻട്രൻസ് ഇരുന്നപ്പുറത്ത് തന്നെ, എൻട്രൻസിൻ്റെ അവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങണം. നമ്മളെ കൂടെ മോനിഷേച്ചിയും ഫാമിലി ഓരും ഉണ്ട്, വിജയിച്ചും ഫാമിലി ഓരും ഉണ്ട്. അപ്പോൾ അവർക്കും വാങ്ങണം. അവർക്കും നാളെ ഉത്രാടായതും കൊണ്ട് ചെറുതായിട്ട് സദ്യ ഒരുക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്കും സാധനങ്ങൾ വാങ്ങാനുണ്ട്. എല്ലാവരും 4 ഭാഗത്തായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഓരോ സാധനങ്ങൾ ഓരോരോ ഭാഗത്തായിട്ട് എനിക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചക്കറിയും കാര്യങ്ങളാണ്. കാരണം പച്ചക്കറി ഇപ്പോൾ മുരിങ്ങക്ക കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് മുരിങ്ങക്ക വാങ്ങാനുണ്ട്, അങ്ങനെ പച്ചക്കായ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുന്ന സമയത്താണ് നമ്മൾ നാട്ടിലത്തെ അരി വാങ്ങുന്നത്. നാട്ടിൽ നമ്മൾ സാധാ റേഷൻ അരി നമുക്ക് ലുലുവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന സമയത്താണ് അത് വാങ്ങുന്നത്. അതുപോലെ മീനും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതും ഇവിടെ വരുമ്പോഴാണ്. നമുക്ക് പുറത്തുനിന്ന് നമുക്കങ്ങനെ ഇപ്പോൾ മത്തി അതുപോലെ അയില അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തുന്ന മീനുകളാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തുന്ന മീനുകളാണുള്ളത്. ആ സമയത്ത് തന്നെ വെള്ളത്തുനിന്ന് എടുത്തിട്ട് അങ്ങ് കൊന്നിട്ട് കട്ട് ചെയ്ത് തരുന്ന സംഭവങ്ങളാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനങ്ങനെ വല്ലാതെ പുറത്തുനിന്ന് മീൻ ഞാനങ്ങനെ വാങ്ങില്ല. എപ്പോഴെങ്കിലും ലുലുവിൽ വരുന്ന സമയത്ത് അത്രയും ഇതാകുമ്പോൾ എപ്പോഴെങ്കിലും അല്ല, കൂടെ വരുന്നതാണ് ഇങ്ങോട്ട്. നമുക്കധികം ദൂരമില്ല, ലുലുവിലോട്ട് നമുക്കധികം ദൂരമില്ല. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്താണ് നമ്മൾ മീനും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അതുപോലെ പച്ചക്കറി തന്നെ. പിന്നെ പഴങ്ങളാണെങ്കിലും നമുക്ക് എല്ലാ പഴങ്ങളും പുറത്ത് കിട്ടില്ല. ഇപ്പോൾ നേന്ത്രക്കാഴ അതുപോലെ മസിപ്പ ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്കങ്ങനെ പുറത്ത് കിട്ടില്ല. മറ്റേ റോബസ്റ്റിൻ്റെ കണക്കുള്ള പഴം മാത്രമാണ് നമുക്ക് പുറത്ത് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒന്നും നമുക്ക് പുറത്ത് കിട്ടാത്തത് നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മൾ ലുലുവിൽ തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു പൈനാപ്പിൾ എടുക്കുന്നുണ്ട്. നമ്മൾ പൈനാപ്പിൾ പച്ചടി വെക്കാൻ വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ നമുക്ക് ചെറുത് മതി. കാരണം 2 പേരേ വരുന്നുള്ളൂ, പിന്നെ നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത്. നല്ല ടെൻഷനും കാര്യങ്ങളുണ്ട്. എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം നമുക്ക് സെറ്റാക്കാം. പിന്നെ വരുന്നവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല സദ്യനെ കുറിച്ചിട്ട്, അതൊരു സമാധാനമാവും. പാലിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലത്തെ സാധാ പശുവും പാൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഇവിടുത്തെ പാൽ മറ്റേ എരുമപ്പാലാണെന്ന് തോന്നുന്നു.
ഭയങ്കര കട്ടിയാണ്. നമുക്ക് ആ ഒരു പാക്കിൽ നിന്ന് അങ്ങ് ഒഴിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് അതിൻ്റെ നെയ്യ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും. അത്രയും നെയ്യും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ മുകളിൽ ആ ഒരു നെയ്യ് ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞാൻ നോക്കി എടുക്കൽ. ഞാൻ അധികം ലുലുവിൽ ഞാൻ പാലെടുക്കലും ഇല്ല. ഞാൻ പുറത്തുനിന്ന് ഞാൻ ബ്ലിങ്കിറ്റിലോ അല്ലെങ്കിൽ ഫ്ലിപ്പിലൊക്കെ ഞാൻ അടിച്ചിട്ട് വാങ്ങുന്നതാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ ഒരു പശുവും പാൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി വീട്ടിൽ പോവാണ്. ഇനിയിപ്പോൾ നാളെ സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കണം. നല്ല ടെൻഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ നാളെ നമുക്കിനി വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഞാൻ ഒറ്റക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുവാണെങ്കിൽ വീഡിയോയും കാര്യങ്ങളും എടുത്തിട്ട് അതും കൂടെ നാളേക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.